വെൽക്കം ടു മാർക്ക് പ്ലസ്. എല്ലാവർക്കും മാർക്ക് പ്ലസിലേക്ക് സ്വാഗതം. യൂണിറ്റ് 8 One Journey, Lots of Facts. Buying candy. Dilna and 3 friends bought 2 candies each. ദിൽനയും അവരുടെ 3 ഫ്രണ്ട്സുകളും കൂടി 2 കാൻഡീസ് വീതം വാങ്ങിച്ചു. How many candies are there in all? അപ്പോൾ ടോട്ടൽ എത്ര കാൻഡീസ് ആണ് അവരുടെ കയ്യിലുള്ളത്? ദിൽനയും അവളുടെ 3 ഫ്രണ്ട്സും, അപ്പോൾ 4 പേരായി. അപ്പൊ 4 പേര് 2 കാൻഡീസ് വീതം വാങ്ങിച്ചു. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? 4 into 2. 4 into 2 is equal to 8. അവരുടെ കയ്യിലുള്ള കാൻഡീസ് 8 ആണ്. The price of one candy is 2 rupees. ഒരു കാൻഡിക്ക് എത്ര രൂപയാണുള്ളത്? 2 രൂപയാണ്. For how much did they buy candies all together? അങ്ങനെയെങ്കിൽ അവർ ടോട്ടൽ എത്ര റുപ്പീസിന്റെ കാൻഡീസ് ആണ് വാങ്ങിയത്? ടോട്ടൽ എത്ര കാൻഡീസ് ആണ് അവരുടെ കയ്യിലുള്ളത്? 8. ഒരു കാൻഡിക്ക് 2 rupees. അപ്പോൾ 8 into 2 equals 16. 16 റുപ്പീസിന്റെ കാൻഡീസ് ആണ് അവർ വാങ്ങിച്ചത്. നെക്സ്റ്റ്, in the tea shop. Time is 11 o'clock. 11 മണിയായി. The bus stopped. Let's have a tea, teacher said. അവരുടെ ബസ് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് ടീച്ചർ എന്താ പറഞ്ഞത്? നമുക്കൊരു ചായ കുടിക്കാം. They entered the hotel. എന്നിട്ട് അവര് ഒരു ഹോട്ടലിൽ കയറി. There are 5 chairs around each table. ഓരോ ടേബിളിന് ചുറ്റും 5 chairs ആണുള്ളത്. There are 4 such tables. അവിടെ എത്ര ടേബിൾ ആണുള്ളത്? അതുപോലുള്ള 4 tables ഉണ്ട്. How many can sit there? അപ്പോൾ അവിടെ എത്ര പേർക്ക് ഇരിക്കാൻ കഴിയും? Number of chairs around one table is 5. ഒരു ടേബിളിന് ചുറ്റും എത്ര ചെയർസ് ആണുള്ളത്? 5 chairs. Number of chairs around 2 tables. അപ്പോൾ 2 ടേബിളിന് ചുറ്റും എത്ര ചെയർസ് ഉണ്ട്? 5 plus 5 equals 10. ഒരു ടേബിളിന് ചുറ്റും 5 ചെയർ, അടുത്ത ടേബിളിന് ചുറ്റും 5 ചെയർ, ടോട്ടല് 10 ചെയർസ്. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? 2 into 5 equals 10. Number of chairs around 3 tables. 3 ടേബിളിന് ചുറ്റും എത്ര ചെയർസ് ആണ് ഉണ്ടാവുക? 5 plus 5 plus 5 equals 15. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3 into 5 equals 15. Number of chairs around 4 tables. 4 ടേബിളിന് ചുറ്റും എത്ര ചെയർസ് ഉണ്ട്? 4 into 5, 20 chairs. 4 ടേബിളിന് ചുറ്റും 20 കസേരകളാണ് ഉള്ളത്. Inside there are 3 small tables. ഹോട്ടലിന്റെ അകത്തായിട്ട് 3 ചെറിയ ടേബിൾസ് ഉണ്ട്. Each with 2 chairs. അതിന് ചുറ്റും 2 ചെയർസ് ആണ് ഉള്ളത്. How many can sit there? അവിടെ എത്ര പേർക്ക് ഇരിക്കാൻ കഴിയും? എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 3 into 2 equals 6 chairs. 6 ചെയർസ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ 6 പേർക്ക് ഇരിക്കാൻ കഴിയും. നെക്സ്റ്റ്, സ്നാക്സ്. പിന്നീട് അവര് സ്നാക്സ് കഴിക്കാൻ പോയി. അവിടെ സ്നാക്സിന്റെ പ്രൈസ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ബിസ്ക്കറ്റിന് 2 rupees, കേക്ക് 2 rupees, ടീ 5 rupees, സമോസ 5 rupees, ബനാന ഫ്രൈ 5 rupees, വട 5 rupees, നെയ്യപ്പം 10 rupees, ഇലയട 10 rupees. From Joby's group, 4 ate cake and 6 ate നെയ്യപ്പം. ജോബിയുടെ ഗ്രൂപ്പിൽ നിന്നും 4 പേര് കേക്ക് കഴിച്ചു, 6 പേര് നെയ്യപ്പം കഴിച്ചു. How much did they pay? എന്നാൽ അവർ ടോട്ടൽ എത്ര റുപ്പീസ് കൊടുത്തിട്ടുണ്ടാവും? നമുക്ക് നോക്കാം. Price of one cake is 2 rupees. ഒരു കേക്കിന്റെ വില 2 രൂപയാണ്. Price of 4 cake is 4 into 2 equals 8 rupees. Price of one നെയ്യപ്പം is 10 rupees. ഒരു നെയ്യപ്പത്തിന്റെ വില 10 രൂപയാണ്. Price of 6 നെയ്യപ്പം is 6 into
10 equals 60 rupees. ടോട്ടൽ 4 കേക്കിന് 8 രൂപയും 6 നെയ്യപ്പത്തിന് 60 രൂപയും. ടോട്ടൽ 68 rupees. From Jafi's group, 4 had samosa and tea. ജാഫറിന്റെ ഗ്രൂപ്പിൽ നിന്നും 4 പേര് സമോസയും ചായയും കഴിച്ചു. How much money did they pay? എന്നാൽ അവർ എത്ര രൂപയാണ് ടോട്ടൽ കൊടുത്തിട്ടുണ്ടാവുക? ഒരു ചായക്ക് എത്ര രൂപയാണ്? 5 rupees. Price of 4 tea equal to 5 into 4 equals 20 rupees. ഒരു സമോസയുടെ വില എത്രയാണ്? 5 rupees. Price of 4 samosa is 5 into 4, 20 rupees. Total 20 plus 20 equals 40 rupees. ജാഫറിന്റെ ഗ്രൂപ്പിലുള്ളവർ കൊടുത്തത് 40 രൂപയാണ്. Both tea and samosa cost 5 rupees each. So we need only to find 8 into 5. ഇപ്പോൾ നമുക്കിവിടെ സമൂസയ്ക്കും ചായക്കും 5 രൂപയാണ്. ടോട്ടൽ എത്ര സാധനമാണ് അവർ വാങ്ങിച്ചത്? 4 സമൂസ ആൻഡ് 4 ടീ. 4 plus 4 8. ഓരോന്നിന്റെയും കോസ്റ്റ് 5 rupees ആണ്. അപ്പോൾ 8 into 5 എന്ന് നമുക്ക് എഴുതിയാൽ മതിയാകും. 8 into 5 is equal to 40. അതുപോലെ തന്നെ നമുക്ക് പിന്നെ എങ്ങനെയും കൂടി കണ്ടുപിടിക്കാം. Taking samosa and tea together, we can take 10 rupees each for 4 persons. സമൂസയ്ക്കും ചായക്കും കൂടിയിട്ട് 10 രൂപയാണ്. എത്ര പേരാണ് സമൂസയും ചായയും കഴിച്ചത്? 4 പേരാണ്. അപ്പോൾ 10 into 4 equals 40. In Jafar's group, the remaining 6 ate only biscuit each. ജാഫറിന്റെ ഗ്രൂപ്പിൽ നിന്നും ബാക്കിയുള്ള 6 പേര് ബിസ്ക്കറ്റ് മാത്രമേ കഴിച്ചുള്ളൂ. ഹൗ മച്ച് ഇൻ ഓൾ ഡിഡ് ജാഫിസ് ഗ്രൂപ്പ് പേ? അങ്ങനെയെങ്കിൽ ടോട്ടല് അവരെല്ലാവരും കൂടി എത്ര രൂപയാണ് ചെലവാക്കിയത്? ഒരു ബിസ്ക്കറ്റിന് എത്ര രൂപയാണ്? 2 rupees. 6 ബിസ്ക്കറ്റിന് 6 into 2 equals 12 rupees. ജാഫറിന്റെ ഗ്രൂപ്പിൽ നിന്നും ആദ്യം 4 പേര് കഴിച്ചത് 40 rupeesന്റേതും ഇപ്പോൾ 6 പേര് കഴിച്ചത് 12 rupeesന്റേതുമാണ്. ടോട്ടൽ 40 plus 12 equals 52 rupees. അപ്പോൾ അവർ ടോട്ടൽ എത്ര രൂപയാണ് പേ ചെയ്യേണ്ടത്? 52. They continued the journey after tea. അവരെ ചായ കഴിച്ചിട്ട് വീണ്ടും യാത്ര തുടർന്നു. The bus reached zoo at 12 o'clock. എന്നിട്ട് അവരെ 12 മണിക്ക് സൂവിലേക്ക് എത്തി. In the zoo, how much is the cost of tickets for 10 children in Anamika's group? അനാമികയുടെ ഗ്രൂപ്പിലുള്ള 10 കുട്ടികൾക്ക് എത്ര രൂപയുടെ ടിക്കറ്റ് എടുക്കണം? ഒരു ടിക്കറ്റിന് എത്ര രൂപയാണ്? അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ കൊടുത്തിട്ടുണ്ട്. ചിൽഡ്രന് 5 rupeesഉം അഡൽട്സിന് 10 rupeesഉം. അനാമികയുടെ ഗ്രൂപ്പില് 10 ചിൽഡ്രൻസ് ഉണ്ട്. ടിക്കറ്റ് വില ₹5. 10 into 5, 50 rupees. 50 രൂപയാണ് കൊടുക്കേണ്ടത്. A teacher and a parent is with each group. ഓരോ ഗ്രൂപ്പിലും ഒരു ടീച്ചറും ഒരു പേരന്റും ഉണ്ട്. How many adults are there in the 10 groups together? അങ്ങനെയാണെങ്കിൽ 10 ഗ്രൂപ്പുകളിൽ എത്ര അഡൽട്സ് ആണുള്ളത്? അഡൽട്സ് എന്ന് പറഞ്ഞാല് മുതിർന്നവര്. എത്ര പേരുണ്ടാകും? ഒരു ടീച്ചറും ഒരു പേരന്റുമാണ് ഉള്ളതല്ലേ? അപ്പോ 2 വലിയവരുണ്ട്. 10 ഗ്രൂപ്പുകളിലായിട്ട് 10 into 2, 20 adults. Next, deer herds. 3 herds of deers with 5 in each. How many days in all? ഇവിടെ പിക്ചറിൽ നോക്കൂ. 3 ഗ്രൂപ്പുകളിലായി മാനുകളുണ്ട്. ഓരോ ഗ്രൂപ്പിലും 5 മാനുകൾ വീതമുണ്ട്. ടോട്ടൽ എത്ര മാനുകളാണുള്ളത്? 3 ഗ്രൂപ്പില് 5 deers. 3 into 5 equals 15 deers. Next, how many parrots? There are 2 parrots each in every ring. How many parrots are there in each row? സൂവില് അവര്
പാരറ്റ്സിനെ കണ്ടു. ഒരു റിങ്ങില് 2 പാരറ്റ്സ് ആണ് ഉള്ളത്. അപ്പോ ഓരോ റോയിലും എത്ര പാരറ്റ്സ് ആണ് ഉള്ളത്? അടുത്ത റോയില് 2 റിങ്സ് ഉണ്ട്. ഒരു റിങ്ങില് 2 പാരറ്റ്സ്. അപ്പൊ 2 റിങ് 2 പാരറ്റ്. 2 പ്ലസ് 2 ഈക്വൽസ് 4. നെക്സ്റ്റ് 3 റിങ്ങില് 2 പാരറ്റ്സ്. 2 പ്ലസ് 2 പ്ലസ് 2 ഈക്വൽസ് 6. ഇതെങ്ങനെയാണ് എഴുതുക? 3 ഇൻറ്റു 2 ഈക്വൽസ് 6. നെക്സ്റ്റ് 4 റിങ്. 4 റിങ്ങില് 2 പാരറ്റ്സ്. 4 ഇൻറ്റു 2 ഈക്വൽസ് 8. നെക്സ്റ്റ് 5 റിങ്ങില് 2 പാരറ്റ്സ്. 5 ഇൻറ്റു 2 ഈക്വൽസ് 10. നെക്സ്റ്റ് 6 റിങ്ങില് 2 പാരറ്റ്സ്. 6 ഇൻറ്റു 2 ഈക്വൽസ് 12. നെക്സ്റ്റ് 7 റിങ്ങില് 2 പാരറ്റ്സ്. 7 ഇൻറ്റു 2 ഈക്വൽസ് 14. നെക്സ്റ്റ് 8 റിങ്ങില് 2 പാരറ്റ്സ്. 8 ഇൻറ്റു 2 ഈക്വൽസ് 16. നെക്സ്റ്റ് 9 റിങ്ങില് 2 പാരറ്റ്സ്. 9 ഇൻറ്റു 2 ഈക്വൽസ് 18. നെക്സ്റ്റ് 10 റിങ്ങിനകത്ത് 2 പാരറ്റ്സ്. 10 ഇൻറ്റു 2 ഈക്വൽസ് 20. എളുപ്പമല്ലേ ചെയ്യാന്? നമ്മളിവിടെ ചെയ്തത് 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ്. നെക്സ്റ്റ് ഹൗ മെനി ആർ വി? പാരറ്റ് എന്താണ് പറയുന്നത്? 4 ഗ്രൂപ്പ്സ് 2 ഈച്ച്. ഹൗ മെനി ആർ വി? ഞങ്ങള് 4 ഗ്രൂപ്പില് 2 പേര് വീതമാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ എത്ര പേരാണുള്ളത്? എത്ര പേരാണുള്ളത്? 4 ഇൻറ്റു 2 ഈക്വൽസ് 8. നെക്സ്റ്റ് കോഴി എന്താണ് പറയുന്നത്? 9 ഗ്രൂപ്പ്സ് 2 ഈച്ച്. ഹൗ മെനി ആർ വി? ഞങ്ങള് 9 ഗ്രൂപ്പുകളിലായി 2 പേര് വീതമാണുള്ളത്. അപ്പോൾ ഞങ്ങൾ എത്ര പേരുണ്ട്? 9 ഇൻറ്റു 2 ഈക്വൽസ് 18. അവരെ 18 ആണുള്ളത്. നെക്സ്റ്റ് കാക്ക എന്താണ് പറയുന്നത്? 8 ഗ്രൂപ്പ്സ് 2 ഈച്ച്. ഹൗ മെനി ആർ വി? ഞങ്ങള് 8 ഗ്രൂപ്പുകളില് 2 പേര് വീതമാണുള്ളത്. അപ്പോൾ 8 ഇൻറ്റു 2 ഈക്വൽസ് 16. നെക്സ്റ്റ് നോക്കൂ, 2 ഇൻറ്റു 5. 2 ഇൻറ്റു 5 എത്രയാണ്? 10. കുട്ടികൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഡോട്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്തത് കണ്ടോ? 5ന്റെ 2 ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട്. ടോട്ടൽ ഡോട്ടുകൾ എത്രയാണുള്ളതെന്നൊന്ന് എണ്ണി നോക്കൂ. 10 ആണല്ലേ. 2 ഇൻറ്റു 5 ഈക്വൽസ് 10. നെക്സ്റ്റ് 5 ഇൻറ്റു 2. 2ന്റെ 5 ഗ്രൂപ്പ്. എല്ലാവരും ഒന്ന് ഡോട്ടുകൾ എണ്ണി നോക്കൂ. 5 ഇൻറ്റു 2 ഈക്വൽസ് 10. നെക്സ്റ്റ് ഡോട്ടുകൾ തന്നിട്ടുണ്ട്. അത് നമ്മൾ എങ്ങനെയാണ് എഴുതുക? 2ന്റെ ഗ്രൂപ്പുകളായിട്ടാണ് ഡോട്ട് വരച്ചിട്ടുള്ളത്. 2ന്റെ എത്ര ഗ്രൂപ്പുകളാണുള്ളത്? 1 2 3 4 5 6 7 8 9 10. 10 ഇൻറ്റു 2 ഈക്വൽസ് 20. നെക്സ്റ്റോ 10ന്റെ 3 ഗ്രൂപ്പ്. 3 ഇൻറ്റു 10 ഈക്വൽസ് 30. നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? ഡോട്ടുകൾ വരക്കാനാണ് പറയുന്നത്. 2 വീതമുള്ള 8 ഗ്രൂപ്പുകള്. നെക്സ്റ്റ് 4 ഇൻറ്റു 5. 5 വീതമുള്ള 4 ഗ്രൂപ്പുകൾ. എല്ലാവരും വരക്കുമല്ലോ അല്ലേ? നെക്സ്റ്റ് ടു ദ പാർക്ക്. ഫ്രം ദ സൂ ദേ വെന്റ് ടു ദ പാർക്ക് അറ്റ് 4 o'clock. അവര് സൂവിൽ നിന്നും നേരെ എങ്ങോട്ടേക്കാണ് പോയത്? പാർക്കിലേക്കാണ് പോയത്. 4 മണിക്ക് അവര് പാർക്കിലേക്ക് എത്തി. വാട്ട് എ ലോട്ട്സ് ഓഫ് വെഹിക്കിൾസ്. ലെറ്റ് മീ ഗെറ്റ് ഇൻ ടു ദ ട്രെയിൻ ഫസ്റ്റ്. അവിടെ എത്ര വണ്ടികളാണുള്ളത്? ആദ്യം നമുക്ക് ട്രെയിനിൽ കയറാം. 10 children can ride in a coach. ഒരു കോച്ചില് 10 കുട്ടികൾക്ക് റൈഡ് ചെയ്യാം. How many can ride in 5 such coaches? അങ്ങനെയെങ്കിൽ 5 കോച്ചുകളിലായി എത്ര കുട്ടികൾക്ക് റൈഡ് ചെയ്യാം? 10 ഇൻറ്റു 5 ഈക്വൽസ് 50. 50 കുട്ടികൾക്ക് റൈഡ് ചെയ്യാം. Today's class is over. If you like the video, please like, share and subscribe. Thank you for watching.